ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈക. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ബ്രോക്കലി തോരൻ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ബ്രോക്കലി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് നല്ല തിളപ്പിച്ച വെള്ളത്തിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കട്ട് ചെയ്ത ഈ ബ്രോക്കലി പീസസ് ഡിപ്പ് ചെയ്ത് വെക്കുക. ഒരു 10 മിനിറ്റ് ഡിപ്പ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. അതിനുശേഷം ഒരു അരിപ്പയിൽ അതിനെ കോരി മാറ്റി വയ്ക്കുക. ഈ സമയം കൊണ്ട് ഒരു എണ്ണപ്പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് താളിച്ച് കറിവേപ്പില, വറ്റൽമുളക് ഇത്രയും ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഒരെണ്ണം ചേർത്ത് നന്നായിട്ട് വഴറ്റുക. സവാള പെട്ടെന്ന് വഴങ്ങി കിട്ടാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അതിനെ ഒന്ന് വഴറ്റുക. അതിൻ്റെ കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുക്കുക. അതിൻ്റെ എരിവിന് ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല, പച്ചമുളകിൻ്റെ എരി മാത്രമേ ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ. എന്നിട്ട് ഒരു 1/4 കപ്പ് തേങ്ങ, തിരികിയ തേങ്ങയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ കോരി വെച്ചിരിക്കുന്ന ബ്രോക്കലി നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത ബ്രോക്കലി ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പും ഉള്ളിയും തേങ്ങയും എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായി വരട്ടെ. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ആ ബ്രോക്കലിയിലെ വെള്ളത്തിൽ തന്നെ ഇത് പാകമായിക്കോളും. ഒരുപാട് കുക്ക് ചെയ്യുകയും വേണ്ട. വേണമെങ്കിൽ കുറച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആ സ്റ്റീമിൽ ഒന്ന് കുക്ക് ചെയ്ത് വരുന്നതിന് സമയം കൊടുക്കുക. വേണമെങ്കിൽ പെപ്പർ ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ 1 സ്പൂണ് സ്പ്രേ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ബ്രോക്കലി തോരൻ റെഡി.